ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് വീഡിയോ തുടങ്ങിയിട്ടുള്ളത് കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്ന് കുറേ പണികളുണ്ട്, നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ വീട് വൃത്തിയാക്കലിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ അടിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. ഇന്ന് തുടച്ചിട്ടൊന്നുമില്ല, കാരണം ഹോളും ഫ്രണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കാനുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ തലേസത്തെ പേപ്പർ, ഇന്നത്തെ പേപ്പറൊക്കെ ഇരിക്കുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ വായിച്ചിട്ട് അവിടെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പേപ്പർ അവിടെ വെച്ചിട്ട് മറ്റേ പേപ്പർ വെക്കണോടത്ത് കൊണ്ടുവയ്ക്കാനോ കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ പണി തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടോ. കുറേശ്ശെ ആണ് വൃത്തിയാക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓരോ റൂം വെച്ചിട്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമുകളുടെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുക്കള ഉണ്ട്, അതുപോലെ ഹോളും ഫ്രണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വലിച്ചാൽ നമുക്കത് നടക്കില്ല, വയ്യാണ്ടായി കെടുപ്പില്ലോ. പിന്നെ മക്കൾ സ്കൂളിലൊക്കെ പറഞ്ഞയക്കാനുള്ളതല്ല, നമ്മൾ തന്നെ പിന്നെയും പണിയെടുക്കേണ്ടി വരും. അപ്പോൾ കുറേശ്ശെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചായയുടെ കടിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണിയൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറിന് മോര് കറി ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല, ഉച്ചയ്ക്ക് മക്കളൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ വഴുതനങ്ങ ഉണ്ടായിരുന്നു, അതൊന്ന് വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വഴുതനങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനി അത് കായം പറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും സോർക്കിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ കായം പറ്റി വെക്കേണ്ട. അപ്പോൾ കുറച്ച് കൂടുതൽ മുളകും പൊടി ഇട്ട് കൊടുക്കേണ്ട, കാരണം വഴുതനങ്ങയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വഴുതനങ്ങ ഒരു വഴുവഴുപ്പല്ലേ, അപ്പോൾ കൂടുതൽ മസാല ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് പൊരിച്ചിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ മസാല ഒക്കെ നന്നായി തേച്ച് പിടിച്ച് വെച്ചിട്ട് അതൊരു ഭാഗത്ത് വെച്ചിട്ട് അതിന് ഫ്രണ്ടിൽ അടിച്ച് വരാനുണ്ടായിരുന്നു. അപ്പോൾ അത് അടിച്ച് വരാനിട്ടാണ് ചെയ്യണത്. അപ്പോഴത്തേന് അതിൽ മസാല ഒക്കെ പിടിക്കുമല്ലോ, ബാക്കിയുള്ള പണികൾ ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ പിന്നെ പൊരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫ്രണ്ടിൽ മക്കൾ ചെരുപ്പൊക്കെ കണ്ടോടത്തൊക്കെ വലിച്ചെറിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അവിടെ നിന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി ചായ കുടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടില്ല, മക്കളെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് അവർ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചായ കുടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചായക്ക് കടിയെന്ന് വെച്ചാൽ പാൽപ്പുട്ടാണ് കേട്ടോ. പാൽപ്പുട്ടും കുറച്ച് ബീഫ് കറിയും ഉണ്ട് കേട്ടോ. അപ്പോൾ പാൽപ്പുട്ടിൻ്റെ റെസിപ്പി വേണ്ടവർ ഷോർട്സ് കണ്ടാൽ മതി കേട്ടോ. ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഷോർട്സ് കയറി കാണണം കേട്ടോ. പാൽപ്പുട്ട് ഒറ്റയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി വേണമെന്നില്ല, അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വഴുതനങ്ങ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് വഴുതനങ്ങ ഒക്കെ നന്നായി ഒന്ന് പരത്തി വെച്ചിട്ട് അതങ്ങനെ പൊരിച്ചെടുത്തു കേട്ടോ. അങ്ങനെ 2 കൊണ്ടാട്ടമുളകും പൊരിച്ച് വെച്ചപ്പോൾ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ അടക്കി വെച്ചിട്ട് പിന്നെ ഇനി നമ്മൾ അങ്കത്തട്ടിലേക്ക് ഇറങ്ങണം കേട്ടോ. ഓരോ തലക്കെന്ന് തുടങ്ങുകയാണ്. ആദ്യം ടീപ്പോയൊക്കെ വലിച്ചിട്ട് സോഫൊക്കെ ഒന്ന് വലിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ അവിടെ മാറ്റ് വിരിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് കൊണ്ടുപോയിട്ട് തട്ടിക്കുടഞ്ഞ് ഒന്ന് കഴുകിയിട്ടിടണം കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം ചെയ്യണം. സോഫൊക്കെ വലിച്ചിട്ടുണ്ട്. മക്കൾ ഇതിൻ്റെ ഇടയിൽ നിറയെ കടലാസും പെൻസിലും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര നമ്മൾ എടുത്താലും അവർ പിന്നെ അത് എല്ലാതും റബ്ബറും ഒക്കെ അതിൻ്റെ ഉള്ളിലാണ് കൊണ്ടുപോയി ഇടുക കേട്ടോ. അങ്ങനെ അതൊക്കെ വലിച്ചെടുത്ത് സോപ്പയുടെ അടിയിൽ നിന്ന് മാറ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാദ്യം കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയി കഴുകിയിട്ട് അവിടെ ഉണക്കാൻ വേണ്ടി നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ പുറത്തിട്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പണിയൊക്കെ കഴിയുമ്പോഴത്തേനും അത് ഉണങ്ങി കിട്ടുമല്ലോ, അപ്പോൾ അതിനായിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡും വന്ന് ചെടികളൊക്കെ എടുത്ത് ഓരോന്നെടുത്ത് പുറത്ത് കൊണ്ട് വെച്ചിട്ട് ആ സ്റ്റാൻഡും കഴുകി വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ അതും കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് പുറത്ത് വെച്ചു കേട്ടോ. ഇനി TV യൂണിറ്റിൻ്റെ മുകളിലുള്ള ഫ്ലവർ വേസൊക്കെ എടുത്ത് ഒന്ന് പൊടി തട്ടിയിട്ട് വെക്കാൻ കൊണ്ടുപോകാണ് കേട്ടോ. വാഷ് ബേസിൻ്റെ അവിടുത്തെ ചെടികളെടുത്ത് പുറത്ത് കൊണ്ടുവച്ച് ഒരു ബ്രഷ് എടുത്ത് തുറന്നിട്ട് ഈ സോപ്പയുടെ ബാക്കിലുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിയിടിക്കണം കേട്ടോ ആദ്യം ചെയ്യണത്. അത് കഴിഞ്ഞപ്പോൾ ഒരു ട്രേയിൽ കുറച്ച് വെള്ളത്തിൽ ഹാൻഡ് വാഷും കുറച്ച് ലിക്വിഡ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു തുണി വെച്ച് പിഴിഞ്ഞിട്ട് സോപ്പൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഓരോന്നായിട്ട് നമ്മുടെ കാർ പോർച്ചിൽ കൊണ്ടിടണ്ട. നേരെ ഡയറക്റ്റായിട്ട് പുറത്തല്ല ഇടണത്, വെയിൽ ഒന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കാർ പോർച്ചിൽ കൊണ്ടിടുകയാണ് ചെയ്യണത് കേട്ടോ. ചെറുതൊക്കെ കൊണ്ടിടാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. കുറച്ച് വലിയ സെറ്റ് എടുത്തിടാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടാ, നല്ല ഒറ്റയ്ക്കെല്ലാം ഉള്ളപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് കേട്ടോ. പിന്നെ മാറാല തട്ടി ഉപയോഗിച്ചിട്ട് മുകളിലൊക്കെ ഉണ്ടായിരുന്ന സൈഡിലൊക്കെ ഉണ്ടായിരുന്ന മാറാല ഒക്കെ തട്ടിയെടുത്തു കേട്ടോ. ഇനി നിങ്ങളുടെ അവിടെ മാറാല എന്ന് തന്നെയാണോ പറയുക, ചെലന്തി വല എന്നല്ലേ, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ചിലവർക്കത് മനസ്സിലാവുന്നില്ല, ഇവിടെ മാറാല എന്നാണ് പറയുക. പിന്നെ ഒരു ബ്രഷ് എടുത്ത് തുടർന്നിട്ട് നെറ്റിൻ്റെ മുകളിലുണ്ടായിരുന്ന പൊടികളൊക്കെ തട്ടിയെടുത്തു കേട്ടോ. ഫ്രണ്ടിലുണ്ടായിരുന്ന കുറച്ച് കൂടുതൽ പൊടി ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് അപ്പം തന്നെ അടിച്ചിട്ടൊന്ന് കോരിയെടുത്ത് കൊണ്ടുപോയി കളയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് വന്ന് ഷെൽഫ് തുറന്നിട്ട് ഷെൽഫിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറച്ച് ട്രോഫികളൊക്കെ ഉണ്ടായിരുന്നു മക്കൾക്ക് കിട്ടിയത്, അതൊക്കെ എടുത്ത് ഓരോന്നെടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് അത് അവിടെ തന്നെ വെച്ചു കേട്ടോ.
ഞാൻ ലേഡറിൻ്റെ മുകളിൽ നിന്നിട്ടാണ് കേട്ടോ മുകളിൽ ഇതൊക്കെ അടിച്ച് വൃത്തിയാക്കിയത്, അതുപോലെ ഫാന് തുടച്ച് വൃത്തിയാക്കിയതൊക്കെ ലേഡറിൻ്റെ മുകളിൽ നിന്നിട്ടാണ്. അത് പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ ഉള്ളൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ, കാരണം നമ്മുടെ പണി നടക്കില്ല. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന പൊടികളും ഇതൊക്കെ അടിച്ച് കോരിയൊക്കെ കൊണ്ട് കളഞ്ഞതിന് ശേഷം തുടയ്ക്കാൻ കേട്ടോ. അതിൻ്റെ ഒരു 2-3 പ്രാവശ്യം തുടച്ചതിന് ശേഷം അത്രയ്ക്ക് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കേണ്ട ചെയ്യണത്. അതൊക്കെ കഴിഞ്ഞ് സമയം ഒരു 2 മണി ആയിട്ടുണ്ടായിരുന്നു. പോയി കുളിച്ച് നിസ്കരിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ചെറിയ 2 ഉണ്ടായിരുന്നു, ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കയറ്റി വെച്ച് സോപ്പിടാം കേട്ടോ. ടീപ്പോയും അവിടെ വെച്ച് ബാക്കി 2 ഇതുപോലെ കാർപോർട്ടിൽ വെച്ചിരിക്കുകയാണെങ്കിൽ വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ട് വന്ന് ഒരുമിച്ച് കയറ്റാന്ന് വെച്ചിട്ട് അത് കയറ്റാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. വയ്യാതായി 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ അത് ഉണക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ചോറ് തിന്നാൻ പോട്ടെ. അപ്പോഴേക്കും വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 2:15 ആയിട്ടുണ്ടല്ലോ. രാവിലെ ചായ കുടിച്ചിട്ടല്ലേ നമ്മൾ പണിക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കഴിക്കാൻ നിന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചോറുണ്ട്. ചോറിലേക്ക് നമ്മുടെ മോരും വെള്ളരിക്കയും വെച്ച കറി ഉണ്ടായിരുന്നു, അതുപോലെ വഴുതനങ്ങ പൊരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഇഞ്ചിക്കറി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു. പിന്നെ വഴുതനങ്ങ പൊരിക്കണതിൻ്റെ മുന്നേ 2 കൊണ്ടാട്ടമുളക് പൊരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് ചോറിനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നോമ്പ് പണി എന്തായെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.